നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സെക്കൻഡ് സ്റ്റേജിലെ മലയാളം ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ, ഏതൊരു പരീക്ഷ അത് 10th ലെവലോ +2 ലെവലോ ഡിഗ്രി ലെവലോ ആയിക്കോട്ടെ, നമ്മളെന്താണ് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും നന്നായി സ്കോർ ചെയ്യാനുള്ളൊരു വഴി അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങളോ കഴിയുന്ന പരീക്ഷ, ചിലപ്പോൾ നമ്മൾ എഴുതിയ പരീക്ഷ പോലും ആകണമെന്നില്ല, എങ്കിലും ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കുക, അതൊന്ന് വർക്കൗട്ട് ചെയ്യുക, അപ്പം തന്നെ അതിൻ്റെ ആൻസർ അങ്ങ് പഠിച്ചു വെക്കുക. ഇപ്പം നിങ്ങൾ പലർക്കും എന്താണ് ഡിഗ്രി സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ ഉണ്ടായിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യുക, ഈ മലയാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങ് പഠിക്കുകയാണ്. അതിനുവേണ്ടി പിന്നീട് ഒരു സമയം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ എന്താണ്, നമുക്ക് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ എന്താണ് ആ ഒരു മോഡലുകൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് മലയാളം കുറച്ച് ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് ചില കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് മലയാളത്തിൻ്റെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി പോവാം. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. എന്താണ് ആദ്യത്തെ ചോദ്യം? വാരണവ്യാള ഭല്ലുക മൃഗാദികൾ മാനുഷപൂജികളായുള്ള രാക്ഷസർ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം എന്താണ്? കരടി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? ദിക്, അധികം, നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ. നമ്മൾ ചേർത്തെഴുതുന്നതും പിരിച്ചെഴുതുന്നതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മുൻ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യം നമ്മളെന്താണ് ഡിസ്കസ് ചെയ്ത ചോദ്യം അതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. ദിക്, അധികം, നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ദിങ്നാഗൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ചോദ്യം നമ്മളെന്താണ് മുൻ ക്ലാസ്സുകളിൽ ആവർത്തിച്ച് ഒന്നിലധികം ക്ലാസ്സുകളിൽ ഈ ഒരു ചോദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ശിപാർശയാണ് ശരിയായിട്ടുള്ളത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ശിപാർശയാണ് ശരിയായ പദം. അത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം എന്താണ്? ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. ടു ലുക്ക് ബ്ലൂ എന്താണ്? വിഷണ്ണനായിരിക്കുക എന്നതാണ് ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായിട്ടുള്ള മലയാളം. എന്താണ്? വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ. സർവം ആത്മാവായി കരുതുന്നവൻ ആരാണ്? ആത്മയാജിയാണ്. ആരാണ്? ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവനാണ് ആത്മയാജി. എങ്കിലും നമുക്ക് ബാക്കി 3 ഓപ്ഷൻസും എന്താണെന്ന് കൂടി നോക്കിപ്പോവാം. ചിലപ്പോൾ നമ്മളോട് അടുത്ത പരീക്ഷയിൽ ആത്മഗ്രാഹി എന്താണെന്നുള്ള തരത്തിലാണെങ്കിലോ ചോദ്യം. ആത്മഗ്രാഹി, ഓപ്ഷൻ എ ആത്മഗ്രാഹി എന്ന് പറഞ്ഞാൽ ആത്മഗ്രാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ മനസ്സിലാക്കുന്നവൻ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആത്മഗ്രാഹി എന്ന പദം ഉപയോഗിക്കുന്നത്. ആത്മപ്രഭവൻ എന്താണ്? ആത്മപ്രഭവൻ എന്ന് പറയുമ്പോൾ സ്വയമായി ഉത്ഭവിച്ചവൻ അല്ലെങ്കിൽ എന്താണ് സ്വയംഭൂ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് നമ്മൾ ആത്മപ്രഭവൻ എന്ന പദം ഉപയോഗിക്കുന്നത്. ആത്മഘാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വയം കൊല്ലുന്നവൻ അല്ലെങ്കിൽ സ്വയം നാശം വരുത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആത്മഘാതി എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ സർവം ആത്മാവായി കരുതുന്നവൻ എന്നതിൻ്റെ അർത്ഥം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ആത്മയാജി. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഗൗണമാണ്. മുഖ്യത്തിൻ്റെ വിപരീതം എന്താണ്? ഗൗണമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. അതാണ് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. അടുത്ത ചോദ്യം എന്താണ്? തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഈ ചോദ്യത്തിൽ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മളോട് ഇതിൽ ശരിയായ വാക്യം ഏത് എന്നാണ് പൊതുവെ PSC ചോദിക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ് മാത്രം നോക്കി ശരിയായത് ഏത് എന്ന് നോക്കാനായിട്ട് പോകുമ്പം ഏറ്റവും ശരിയായിട്ട് തോന്നുന്ന ഒരെണ്ണം നമ്മൾ അങ്ങ്
എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. പക്ഷേ ഇവിടെ എന്താണ്, തെറ്റായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ വാക്യം ഏതാണ്? ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരം ചോദ്യം നമ്മൾ ഒന്നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുള്ളതാണല്ലേ. ഈ ഏകദേശം 300ഓളം അത് വരില്ല, അത് തെറ്റാണ് എന്ന് ഒരുപാട് ആവർത്തി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റായ വാക്യം എന്താണ്? ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടിയാണ് മലയാളത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഒന്ന്, പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. പാമ്പിൻ്റെ പര്യായ പദങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പാമ്പിൻ്റെ പര്യായ പദം ഏതാണ്? പാമ്പിൻ്റെ പര്യായ പദം വിലേശയമാണ് പാമ്പ്. പാമ്പിൻ്റെ പര്യായ പദം എന്താണ്? വിലേശയമാണ് പാമ്പിൻ്റെ പര്യായ പദം. ഈ ഒരു ചോദ്യം, 100ാമത് വന്ന ഈ ഒരു ചോദ്യം, വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണല്ലേ വെണ്മ എന്ന പദം പിരിച്ചെഴുതുന്നതിനെ പറ്റി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വെണ്മ എന്ന പദത്തിനെ പിരിച്ചെഴുതുന്നത്. അപ്പോൾ എന്താണ്, മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പാടായിരുന്നു, സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന എല്ലാ മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾ കാണുക. നിങ്ങൾ ഇനി എഴുതുന്നത് ഏത് പരീക്ഷയാണോ അതിൽ 10 ചോദ്യം ചോദിച്ചാലും അതിൽ 10 ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ മലയാളത്തിന് തന്നുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയേറെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി കൂടുതലായിട്ട് കുറേ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഗ്രാമറാണ് കൂടുതൽ, പ്രത്യേകിച്ച് സന്ധി പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത്? ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നത്, പല പരീക്ഷകൾ എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻസിൽ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.